ഹായ് ഓൾ, വെൽക്കം ടു ലേൺ വെൽ. സോ മാത്തമാറ്റിക്സിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹോംവർക്ക് ക്വസ്റ്റ്യനൊക്കെ തന്നിരുന്നു, എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉത്തരങ്ങളൊക്കെ കിട്ടിയായിരുന്നോ? സോ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. എല്ലാവർക്കും കിട്ടിയത് കറക്റ്റ് അല്ലേ നോക്കാം. 103 എ ടേം ഓഫ് ദി സീക്വൻസ് 3, 7, 11, 15. സോ ഫസ്റ്റ് വൺ 3, 7, 11, 15. ഇതായിരുന്നു നമ്മുടെ സീക്വൻസ് അല്ലേ? സോ ഇതിൽ കോമൺ ഡിഫറൻസ് വരുന്നത് എത്രയാണ്? നമുക്കറിയാം കോമൺ ഡിഫറൻസ് വരുന്നത് 7 - 3 4 ആണ്. ഓക്കെ, സോ ഈ ഒരു സീക്വൻസിൽ പർട്ടിക്കുലർ സീക്വൻസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് പറയുന്നത് നോക്കിയാൽ കോമൺ ആയിട്ട് വരുന്ന റിമൈൻഡർ എത്രയാണ്? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 3 ഡിവൈഡഡ് ബൈ 4, 7 ഡിവൈഡഡ് ബൈ 4, 11 ഡിവൈഡ് ബൈ 4. എല്ലാ കേസിലും നമുക്ക് റിമൈൻഡർ വരുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുള്ള ചോദ്യം എന്താണ്? 103 ടൈം ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്യുക? 103 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് വെക്കുക. സോ 10, 2 × 4 8, 23, 5 × 4 20 ആൻഡ് റിമൈൻഡർ ഈസ് 3. സോ നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 3 ആണ് കിട്ടിയത്. നമ്മുടെ കോമൺ കിട്ടുന്ന റിമൈൻഡറും 3 തന്നെയാണ്, വിച്ച് മീൻസ് 103 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ ഒരു സീക്വൻസിന്റെ ടൈം ആണെന്ത്? 103 എന്ന് നമുക്ക് കിട്ടി. സോ വളരെ സിമ്പിൾ ആയിരുന്നു. എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ളതൊക്കെ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യാം. അടുത്തൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ ദെയർ വിച്ച് ലീവ്സ് എ റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 5? ഓക്കെ, നമുക്ക് 2-digit നമ്പേഴ്സ് ആണ്. സോ നമുക്കറിയാം 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 10ൽ നിന്നാണ്. ഓക്കെ, 10ൽ നിന്നാണ് 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡിവൈഡഡ് ബൈ 5, ഡിവിഷൻ ബൈ 5 ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടണം. നമുക്കറിയാം 10നെ ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ എന്തായാലും റിമൈൻഡർ 0 ആണ് കിട്ടുക. കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് നമ്മൾ എന്ത് ചെയ്യണം? 2 റിമൈൻഡർ കിട്ടണമെങ്കിൽ 2 ആഡ് ചെയ്യണം. വിച്ച് മീൻസ് നമുക്ക് 10 അല്ല 12 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടൈം ആയിട്ട് വരിക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന ആരാണ്? 12 ആണ്. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ടൈം ആണ് ആരാണ് വരുന്നത് നോക്കാം. സോ നമുക്കറിയാം ലാസ്റ്റ് വരുന്ന 2-digit നമ്പർ ഏതാണ്? 99 ആണ്. സോ 99 എന്ത് ചെയ്യുക? ഡിവിഷൻ ബൈ 5 ആണ് പറഞ്ഞത്. സോ ഡിവൈഡ് ചെയ്ത് വെക്കുക. സോ 1, 5, 9, 45. സോ നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? റിമൈൻഡർ 4 ആണ് കിട്ടിയത്. സോ നമ്മൾ പറഞ്ഞത് എന്താണ്? റിമൈൻഡർ 2 കിട്ടിയാൽ മതി. വിച്ച് മീൻസ് 2 പോയിന്റ്സ് നമ്മൾ കുറയ്ക്കണം. സോ 97 ആണ് നമ്മളുടെ ലാസ്റ്റ് ടൈം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തവർ എന്ത് ചെയ്യണം? ടേം ഡിഫറൻസ് 97 - 12 ഡിവൈഡഡ് ബൈ 97ന്റെ പൊസിഷൻ നമുക്കറിയില്ല. അറിയില്ലാത്ത പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? n ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. മൈനസ് 12ന്റെ പൊസിഷൻ 1 ആണ്. അതിൽ ഫസ്റ്റ് ടൈം ആണ്, അതുകൊണ്ട് n-1. ദാറ്റ് ഈക്വൽസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമ്മൾ എത്ര പറഞ്ഞ എന്താണ്? ഏത് നമ്പർ യൂസ് ചെയ്താണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. സോ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഓക്കെ, സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? 97 - 12 ദാറ്റ് വിൽ ബി 85 ഡിവൈഡഡ് ബൈ 5 ഈക്വൽസ് n-1. ഓക്കെ, സോ 85നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 17 ആണ് വരുന്നത്. ഓക്കെ, 17. 85 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 17 ആണ് വരിക. 17 ഈക്വൽസ് n-1 ഓർ n ഈക്വൽസ് 17 + 1 18. സോ when we ഡിവിഷൻ ബൈ 5ൽ റിമൈൻഡർ 2 തരുന്ന എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട്? 18 2-digit നമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ അത് കറക്റ്റ് ആയിട്ട് എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക. ക്ലിയർ ആക്കാനുള്ളതൊക്കെ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്സ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓൾജിബ്ര ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, ഓൾജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓൾജിബ്ര യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടൈം. ഇപ്പോൾ നമുക്ക് ഒരു സീക്വൻസ് അറിയാമെങ്കിൽ നമ്മളോട് പറയുകയാണ് ഒരു 100ാമത്തെ ടൈം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു 110ാമത്തെ ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതൊരു ആഡ് ചെയ്ത് പോകാൻ പറ്റില്ല. നമുക്കൊരു കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ പോലെ ഉണ്ടെങ്കിൽ, ആ ഒരു സീക്വൻസ് ഒരു ഇക്വേഷൻ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പറയുകയാണെന്ന് ഒരു പർട്ടിക്കുലർ ടൈം വന്നിട്ട് അത് അതിൽ ടൈം ആണോ എന്ന് ചോദിക്കുകയാണ്. ആ പറയുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ടൈം അതിലുണ്ടോ എന്ന് നോക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതിനൊക്കെയാണ് നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് xn എന്നാണ്. ഓക്കെ, xn എന്നാണ്
ഓൾജിബ്രിക് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതിന് ഇക്വേഷൻ എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ്, എൻ എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ഉണ്ടോ അത്, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. അപ്പോൾ എന്നിന് നമ്മൾ എന്ത് ചെയ്യില്ല, വാല്യൂ കൊടുക്കില്ല. നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ മാത്രമായിട്ട് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്നിന് നമ്മൾ എന്ത് ചെയ്യില്ല, വാല്യൂസ് കൊടുക്കില്ല. സോ ഈ ഇക്വേഷൻ നമുക്ക് വേറെ രീതി എഴുതാം. എന്താണ്, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന രീതിയിൽ എക്സ് എന്നുള്ളത് കിട്ടും. സോ എഫ് എന്താണ്, ഫസ്റ്റ് ടൈം ആണ്, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, എൻ എന്ന് പറയുന്നത് ടേം പൊസിഷൻ ആണ്. ഓക്കെ, സോ ഈ ടേം പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് എന്നിന് മാത്രം നമ്മൾ വാല്യൂ കൊടുക്കില്ല. അങ്ങനെ എന്നിന് വാല്യൂ കൊടുക്കാത്ത കേസുകളിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയിട്ട് കിട്ടുക. ആ എന്നിന് വാല്യൂ, ആ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ എന്നിന് വാല്യൂ കൊടുത്താൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടേം ആയിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 4, 9, 14, 19. ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് എൻ, നമ്മൾ പറഞ്ഞ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് എൻ ഈക്വൽസ്, നമ്മൾ നോർമലി ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഇക്വേഷൻ എഴുതാൻ എളുപ്പം ഇതാണ്. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് അറിയാം 9 മൈനസ് 4 5 ആണ് കോമൺ ഡിഫറൻസ്. സോ 5n പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എത്രയാണ്, 4 ആണ്, മൈനസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. സോ 4 മൈനസ് 5 ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്, നെഗറ്റീവ് ആണ് ആൻസർ വരാം അല്ലേ. സോ ദാറ്റ് ഈക്വൽസ് 5n പ്ലസ് 4 മൈനസ് 5 എന്ന് പറയുമ്പോൾ -1 വരും. സോ ഈ രണ്ട് അഡീഷണൽ സബ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈൻ നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ട്, അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ 5n -1 എന്നാണ് നമുക്ക് കിട്ടുക, ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടുക. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇതിനകത്തൊരു 50ാമത്തെ ടൈം കണ്ടുപിടിക്കാം. സിമ്പിളാണ്, എക്സ് 50. എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക, 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനിക്ക് 50th ടൈമാണ് വേണ്ടത്. നമ്മളോട് പറയുകയാണ് ഇതിന്റെ 50th ടൈം കണ്ടുപിടിക്കുക. സോ ഞാൻ എന്ത് ചെയ്തു, എന്നിന്റെ സ്ഥാനത്ത് 50 കൊടുക്കുക. ഇവിടെ താഴെയും എന്ത് ചെയ്യുക, 5 ഇൻറ്റു എന്നിന് വരെ 50 കൊടുക്കുക, 50 മൈനസ് 1. നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യാവുള്ളൂ, സബ്ട്രാക്ഷൻ ചെയ്യാവുള്ളൂ. സോ 5 ഇൻറ്റു 5 25, 250 മൈനസ് 1 ദാറ്റ് ഈസ് 249. ഇതാണ് എന്ത്, ഇതിലെ 50th ടൈം. സോ നമുക്ക് എന്താണ്, ഈ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ അറിയാമെങ്കിൽ ഏതൊരു ടൈം പൊസിഷൻ തന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ടേം ഏതാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാം. സോ ഇത് വെച്ചുള്ള കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ഇനി വരുന്ന സെക്ഷനിലൊക്കെ ആയിട്ട് ചെയ്യും. ഓക്കെ, അടുത്തതാണ് സം. സം നമുക്കറിയാം, നമ്മൾ നോർമലി സം പറയുന്നതിൽ തന്നെയാണ് ഇത്. ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസിന്റെ ടൈമിൽ സം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ടേംസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് സം. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് എൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, സം ഡിനോട്ട് ചെയ്യുക. സോ എസ് എൻ ആണെങ്കിൽ അതെന്താണ്, സം ആണ്. ഇവിടെ നമുക്ക് എന്തായിരുന്നു, എക്സ് എൻ ആണ്. സോ മാറിപ്പോയത്, എക്സ് എൻ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്, ഇവിടെ നമുക്ക് എസ് എൻ ആണ്. ഓക്കെ, സം ആണ്. സോ എസ് 1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ടൈമിന്റെ സം. അതെന്താണ്, ഫസ്റ്റ് ടൈം തന്നെയാണ് അല്ലെ. ഫസ്റ്റ് ടൈമിന്റെ സം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ ആഡ് ചെയ്യാനില്ല അവിടെ. എസ് 2 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 2 ടൈംസ്. എസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യത്തെ 2 ടൈംസിന്റെ സം ആണ്. സം എന്ത് ചെയ്യണം, x1ഉം x2ഉം ആഡ് ചെയ്യണം. ഇനി എസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് 3 ടൈംസിന്റെ സം ആണ്. x1 പ്ലസ് x2 പ്ലസ് x3, ആദ്യത്തെ 3 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് S3 കിട്ടുക. ഇനി S4 എന്ന് പറയുന്നത് ആദ്യത്തെ 4 ടൈംസ്, x1 x2 x3 x4, ഇത് 4 കൂടി ആഡ് ചെയ്യണം. സോ അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. നമുക്ക് S1 S2 S3 അങ്ങനെ എഴുതാം. ഇനി അതിനൊരു കോമൺ ഇക്വേഷൻ പോലെ നമ്മൾ പറയുന്നുണ്ട്, Sn ഈക്വൽസ് n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എഫ് പ്ലസ് എക്സൻ ഇങ്ങനെയും കാണാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം, നമ്മൾ അങ്ങനെയാണ് പറയാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം അങ്ങനെയും എഴുതാറുണ്ട്. n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താറുണ്ട്, ആ ഒരു ഇക്വേഷൻ എഴുതാറുണ്ട്. സോ ഇതാണ് സമ്മിനുള്ളൊരു ജനറൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇക്വേഷൻ. n/2 എത്ര ടൈംസിൻ്റെ ആണ് സം കാണേണ്ടത്, അതിനെ n/2 ചെയ്യുക, അത് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കണ്ടുപിടിക്കുക, അത് ആഡ് ചെയ്യുക, അതിന് n/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സമ്മിനുള്ള ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇക്വേഷൻ നോക്കുക. സം ഓഫ് ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്.
ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ഓർത്തിരിക്കുക. അതായത് നമ്മള് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 6 അങ്ങനെ പോകുന്ന നാച്ചുറൽ നമ്പേഴ്സ്, അതിലെ ഫസ്റ്റ് n കോൺസ്റ്റിറ്റ്യൂട്ട്, അത് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, ഇപ്പൊ ഒരു 10 സം അല്ലെങ്കിൽ ഒരു 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം, കൗണ്ടിങ് നമ്പേഴ്സിന്റെ സം, ആ ഒരു സം ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണത് n × n+1/2. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സം കാണണം. സോ എന്താണ് S10 ഈക്വൽസ് n എന്ന് പറയുന്നത് 10 ആണ്. 10 × 10+1 ദാറ്റ് ഈസ് 11/2. സോ 10ഉം 2ഉം ക്യാൻസൽ ആയി പോയിട്ട് 5 വരും. 5 × 11 55 ആണ് സം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കാം. 1 + 2 + 3 + 4 + 5 അങ്ങനെ ആഡ് ചെയ്ത് നോക്കി 10 വരെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 55 കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിൽ നോക്കാം. അങ്ങനെ തന്നെയായിരിക്കും കിട്ടുക. സോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 10 ഡിജിറ്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. 100 ഫസ്റ്റ് 100 ഇതിന്റെ സമ്മൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സമ്മിനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് വരുന്ന കേസിൽ എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഓർത്തിരിക്കുക. n × n+1/2 ആണ്. ഓക്കെ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ഇപ്പോൾ 5 6 7 8 9 10 അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ചൊന്ന് സബ്ട്രാക്ട് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ, സമ്മിനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n/2 × ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ആണ്. ദെൻ നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ n × n+1/2 ആണ് വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ സം ഓഫ് 25 ടൈംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 1 6 11 എക്സെട്ര. നമ്മൾ പറഞ്ഞു സമ്മിനുള്ള ഇക്വേഷൻ എന്താണ്, Sn ഈക്വൽസ് n/2 ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. ഇവിടെ n നമുക്കറിയാം, n എത്രയാണ്, 25 ആണ്. ഫസ്റ്റ് ടൈം നമുക്കറിയാം എത്രയാണ്, 1 ആണ്. പക്ഷെ നമുക്ക് ലാസ്റ്റ് ടൈം അറിയില്ല അല്ലെ. ലാസ്റ്റ് ടൈം നമ്മളിപ്പോൾ കണ്ടുപിടിക്കണം. അപ്പൊ n നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ലാസ്റ്റ് ടൈം എങ്ങനെ എഴുതുന്നത് നോക്കാം. അതായത് നമുക്ക് വേണ്ടത് x25 25ാമത്തെ ടൈം ആണ്. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എക്സ്റ്റനിൽ പഠിച്ച ഒരു ഇക്വേഷൻ എന്താണ്, f + n-1 × d. ആ ഒരു ഇക്വേഷനിൽ n-ന് വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാം. നമ്മൾ പഠിച്ചിരുന്നതാണ് xn ഈക്വൽസ് f + n-1 × d. ഇവിടെ n-ന് നമ്മൾ വാല്യൂ കൊടുക്കുക. സോ f നമുക്കറിയാം എന്താണ്, ഫസ്റ്റ് ടൈം 1 ആണ്, പ്ലസ് n എന്ന് പറയുന്നത് എത്രയാണ്, 25 ആണ്. സോ n-1 എന്ന് പറയുമ്പോൾ 24 ഇൻറ്റു ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്, 5 ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് ഇവിടെ 5 ആണ്. 1 + 24 × 5. സോ 20 × 5 100, 4 × 5 20. സോ മൊത്തം എന്ത് വരും, 120 എന്നാണ് വരിക. ദ ആൻസർ വിൽ ബി 121. സോ നമുക്ക് ലാസ്റ്റ് ടൈം കിട്ടി. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് വരാം. Sn ഈക്വൽസ് n/2 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇസ് 1 പ്ലസ് 121. So that is 25/2 into 122. So ഇവിടെ രണ്ട് ക്യാൻസൽ ആവും. That is 61 into 25. So 25 into 61 എത്ര നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 5 2 30, 6 into 2 12, 5 2 5 1. So the final answer will be 1525. സോ ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം, xn ഈക്വൽ ടു f + n-1 × d. കാരണം പല കേസുകളിൽ നമുക്ക് എന്തുണ്ടാവില്ല, ഇതുപോലെ ലാസ്റ്റ് ടൈം തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ലാസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, സോ സമ്മ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തില്ല, ഒരുപാട് ഡിഫിക്കൽട്ട് ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ക്ലിയർ എന്ന് ചോദിക്കുന്നത് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവാണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഫൈൻഡ് ദ സം 51 + 52 + 53 + എക്സെട്ര അപ് ടു 70. സോ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ n/2 ഇൻറ്റു f ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇതല്ലാതെയും വേറൊരു മെത്തേഡിലും ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡ് മാത്രമാണ് പറയുന്നുള്ളൂ. ഇത് നമുക്കൊന്ന്
മൈൻഡിൽ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണെന്നാണ് ഇവർ പറയുന്നത്. വേണമെങ്കിൽ നമുക്കിത് മൈൻഡിൽ ആലോചിച്ചെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മൈൻഡിൽ ചെയ്യാറുണ്ടോ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നമ്മളെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. ഞാനിതിൽ 51 ഞാൻ 50 + 1 എന്ന് എഴുതാണ്. ദെൻ 52 ഞാൻ 50 + 2 എന്ന് എഴുതാണ്. ദെൻ 53 ഞാൻ 50 + 3 എന്ന് എഴുതാണ്. സോ ഓൺ 50 + 20. ഓക്കെ, ദെൻ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് 50s എല്ലാം ഒന്നിച്ച് എഴുതും, ബാക്കി നമ്പേഴ്സും മാറ്റി എഴുതും. സോ 50 + 50 + 50 + എക്സെട്ര അപ് ടു 50. ഇതുപോലെ എത്ര 50 വരും? നമുക്ക് പറയാം 1, 2, 3 അപ് ടു 20 ആണ്. വിച്ച് മീൻസ് എന്തുണ്ട്, 20 ടൈംസ് ആണ് ഇവിടെ 50 വന്നിരിക്കുന്നത്. പ്ലസ് ഇനി ബാക്കിയുള്ള ആരാണ് ഇവിടെ? 1 + 2 + 3 + എക്സെട്ര അപ് ടു 20. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ അറിയാം 50നെ 20 ടൈംസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ആണ്. എന്ത്? 50 × 20. ഇതാണ് എന്ത്? 50നെ 20 ടൈംസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ. പ്ലസ് ഇനി ഇത് നോക്കിയേ, 1 + 2 + 3 + എക്സെട്ര അപ് ടു 20. ഇത് നമുക്കറിയാം, നമ്മൾ പഠിച്ചാണ് എന്ത്? ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? n × n + 1/2. സോ ഇവിടെ n എന്താണ്? 20 ആണ്. സോ 20 × 21 / 2. സോ ഇവിടെ 2 ഉം 20 ക്യാൻസൽ ആയപ്പോൾ 10 വരും. ദാറ്റ് ഈസ് 50 × 20. 5 × 2 10. ദെൻ 2 zeros ആഡ് ചെയ്താൽ 1000 വരും. ദെൻ ഇവിടെ 10 × 21 എന്ന് പറഞ്ഞാണ് 210. സോ ഫൈനൽ ആൻസർ വിൽ ബി 1210. ഓക്കെ, സോ ഇതുപോലെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നേരത്തെ നമുക്ക് ഫസ്റ്റ് ടൈം അറിയാം, സെക്കൻഡ് ടൈം അറിയാം. n വേണമെങ്കിൽ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ n നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടി സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ് ഇവിടെ വരുന്നുള്ളൂ, അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ ജസ്റ്റ് ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ദെൻ 50s എല്ലാം മാറ്റി എഴുതി, മറ്റ് നമ്പേഴ്സ് എല്ലാം സെപ്പറേറ്റ് എഴുതി. ദെൻ 50 × 20. 50 × 20 മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇവിടെ 20 × 21/2. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവിടെ 10 വരും. സോ ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്. ഇവിടുത്തെ അഡീഷൻ വളരെ സിമ്പിൾ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യരുത്? നമ്മൾ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമല്ല. നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്തിട്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് എക്സാമിന് കാണാറുണ്ട്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, if the sum of positions of two pairs of terms are equal, then the sum of the pairs of terms are also equal. നമുക്കത് ഒരു വേർഡ്സിൽ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാൽ നമുക്ക് ഒന്ന് എക്സാമ്പിൾ എഴുതി നോക്കാം. ഞാനൊരു സീക്വൻസ് ഇവിടെ എഴുതാണ്. 4, 8, 12, 16, 20. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇഫ് ദ സം ഓഫ് പൊസിഷൻസ് ഓഫ് ടു പെയർസ് ഓഫ് ടേംസ് ആർ ഈക്വൽ. ഞാൻ രണ്ട് ടേം കൺസിഡർ ചെയ്യണം, അതിന്റെ പൊസിഷൻസിന്റെ സമ്മ്. ഇപ്പം ഫസ്റ്റ് ടേമും ഫിഫ്ത്ത് ടേമും, ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് ഫിഫ്ത്ത് ടേം ആണ്. അപ്പം അതിന്റെ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 5 + 1 6 എന്ന് കിട്ടി. ഇനി അതിന്റെ ടേംസ് ആഡ് ചെയ്ത് നോക്കിയേ, 20 + 4 24. ഇനി ഞാൻ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും ആഡ് ചെയ്യാണ്. ഓക്കെ, സോ 2 + 4 = 6 ആണ്. സോ ഇത് രണ്ടും എന്തായി? ഈക്വലായി. എന്ന് പറഞ്ഞാൽ സം ഓഫ് പൊസിഷൻസ് ഈക്വലായി. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടൈം ആഡ് ചെയ്താൽ എനിക്ക് എന്ത് തന്നെ കിട്ടണം? 24 തന്നെ കിട്ടണം. അതായത് സെക്കൻഡ് ടൈം ഫോർത്ത് ടൈം ആഡ് ചെയ്താലും 24 കിട്ടണം. നമുക്ക് നോക്കാം. 8 + 16 എന്താണ്? 24 ആണ്. സോ ഈ ഒരു പ്രോപ്പർട്ടി ആണ് ഇവിടെ പറഞ്ഞത്. സോ ഈ പ്രോപ്പർട്ടി നമുക്ക് ഇങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നേരെ റിവേഴ്സ് ഓർഡറിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി ഇവിടെ വേറൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. അതായത് ഈ മിഡിൽ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടുന്ന സമ്മിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ കിട്ടുന്ന സമ്മിന്റെ നേരെ പകുതി ആയിരിക്കും എന്ത് വരിക? ആ മിഡിൽ ടൈം ആയിട്ട് വരിക. സോ ശ്രദ്ധിക്കണം, ഇവിടെ എന്താണ്? ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളത്. ഇത് നേരെ കുറച്ച് അത് ഈവൻ നമ്പർ ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 4, 8, 12, 16, 20, 24 വരെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് ടേം
പ്ലസ് സിക്സ് ടൈം. സോ 1 6 ഇവിടെ 7 വന്നു. സെക്കൻഡ് ടൈം ഫിഫ്ത്ത് ടൈം 2 5 ഇവിടെയും 7 വന്നു. ദെൻ ഈ രണ്ട് ടൈംസ് ഇവിടെ എന്താണ് വരുന്നത് 3 + 4 7. ഇതെല്ലാം എന്താണ് സെയിം ആണ്. സോ ഫസ്റ്റ് ടൈം പ്ലസ് സിക്സ്ത് ടൈം. സോ അവിടെ എന്തോന്നു 7 ആണ് വന്നത്. അതിന്റെ സം വരുന്നത് 4 + 24 ദാറ്റ് ഈസ് 28. സെക്കൻഡ് ടൈം പ്ലസ് ഫിഫ്ത്ത് ടൈം അഗെയിൻ പൊസിഷൻസിന്റെ സം 7 ആണ്. സോ എന്താണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 28 തന്നെയാണ് കിട്ടുന്നത് നോക്കുക. 20 + 8. അപ്പോൾ 8 ആണ് ഇവിടെ വരുന്നത്. ഫിഫ്ത്ത് ടൈം എന്ന് പറയുന്നത് 20 ആണ്. 20 + 8 28. സോ ഇതെന്താണ് ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്താലും തന്നെ കിട്ടുള്ളൂ. 28 തന്നെയാണ് കിട്ടുക. 12 + 16 28 ആണ്. 3 + 4 7 ആണ്. വിച്ച് മീൻസ് ആ ഒരു പർട്ടിക്കുലർ പെയറിംഗ് ആണ് ഫസ്റ്റ് ലാസ്റ്റ് അങ്ങനെ ഒരു പെയറിംഗ് വരുന്നുണ്ട് ഇവിടെ. ഈ പൊസിഷൻസിന്റെ സമ്മ് സെയിം ആണെങ്കിൽ അത് ആ പർട്ടിക്കുലർ ടേംസിന്റെയും സമ്മ് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ റൈറ്റ് 3 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് 30 ആസ് സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ്. നമ്മൾ പറഞ്ഞതാണ് 3 അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം. ഫസ്റ്റ് 5 ടൈംസിന്റെ സം എന്താവണം 30 ആവണം. ഓക്കെ, ഫസ്റ്റ് 5 ടൈംസിന്റെ സം എന്താവണം 30 ആവണം എന്നാണ് പറഞ്ഞത് അല്ലേ. സോ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ 30 ഈ തന്നിരിക്കുന്ന സമ്മിനെ നമ്പർ ഓഫ് ടേംസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 30നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ 30 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇനി എനിക്ക് കോമൺ ഡിഫറൻസ് ഏതൊരു കോമൺ ഡിഫറൻസ് എടുത്തിട്ട് എന്ത് ചെയ്യാം 2 ടൈം ഫ്രണ്ടിലേക്കും 2 ടൈം ബാക്കിലേക്കും ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആയിട്ട് എടുക്കുകയാണ്. 7 8 ഇവിടെ 5 4. സോ ഈ ടൈംസ് എല്ലാം ആഡ് ചെയ്ത് നോക്കുക. 4 + 8 12 വരും. അഗെയിൻ 5 + 7 12 വരും. അപ്പോൾ 12 + 12 24 ആയി. 24 + 6 30 ആയി. സോ നമുക്ക് ഇതിന്റെ സമ്മ് 30 കിട്ടി. അപ്പോൾ ഒരു സീക്വൻസ് ആയി. ഇനി വീണ്ടും ഈ മിഡിൽ ടൈം 6 തന്നെ ആയിരിക്കും വരിക. ഞാനിവിടെ കോമൺ ഡിഫറൻസ് 2 ആക്കാണ്. ഇവിടെ 8 വന്നു, ഇവിടെ 10 വന്നു, പുറകിലേക്ക് 4 വന്നു, 2 വന്നു. ഓക്കെ, സോ ഇത് ആഡ് ചെയ്ത് നോക്കുക. 2 + 4 6, 6 + 6 12 വരും. 12 + 8 20, 20 + 30. ഇനി വീണ്ടും മിഡിൽ ടൈം 6 തന്നെ വരും. ഞാൻ എന്ത് ചെയ്യാണ് കോമൺ ഡിഫറൻസ് 3 ആക്കാണ്. സോ 6 + 3 9 12. ഇവിടെ 3, ഇവിടെ 0. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 12 + 3 15, 15 + 6 21, 21 + 9 30. സോ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് പറയുന്നത് പറഞ്ഞു. എന്താണ് സമ്മും നമ്പർ ഓഫ് ടൈംസ് തന്നിട്ട് സീക്വൻസ് എഴുതാനാണ് നമ്മളിവിടെ ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്യണം ഓഡ് നമ്പർ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന സമ്മിനെ നമ്പർ ഓഫ് ടൈംസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അതായിരിക്കും നമ്മളുടെ മിഡിൽ ടൈം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ 6 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക മിഡിൽ ടൈം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ 6 ആണ് നമ്മളുടെ മിഡിൽ ടൈം. സോ ആ മിഡിൽ ടൈം കിട്ടിയത് എങ്ങനെയാണ് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്. അതാണ് നമുക്ക് കിട്ടിയ 6. അത് നമ്മുടെ മിഡിൽ ടൈം ആണ്. ഓക്കെ, ആ മിഡിൽ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു ദെൻ 2 ടൈംസ് ലെഫ്റ്റിലേക്കും 2 ടൈംസ് റൈറ്റിലേക്കും കോമൺ ഡിഫറൻസ് മാറ്റി മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ കോമൺ ഡിഫറൻസ് 1 കൊടുത്തു, ഇവിടെ കോമൺ ഡിഫറൻസ് 2. ഫസ്റ്റ് കേസിൽ കോമൺ ഡിഫറൻസ് 1 കൊടുത്തു, സെക്കൻഡ് കേസിൽ 2 കൊടുത്തു, തേർഡ് കേസിൽ 3 കൊടുത്തു. അങ്ങനെ നമുക്ക് 3 സീക്വൻസ് കിട്ടി. ഇത് തന്നെ ഓർക്കണമെങ്കിൽ നിങ്ങൾക്ക് 4 5 ഒക്കെ ഡിഫറൻസ് കൊടുത്താലും വേറെ വേറെ സീക്വൻസുകളായിരിക്കും നമുക്ക് കിട്ടുക. എല്ലാത്തിൻ്റെയും സമ്മം തന്നെയായിരിക്കും 30 തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ കിടക്കുന്നുണ്ട്. അത് ചെയ്തു നോക്കുക എല്ലാവരും. ദെൻ ഈവൻ നമ്പർ വരുന്ന കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈവൻ നമ്പർ വരുന്ന കേസിൽ 4 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് 100 ആസ് സം ഓഫ് ഫസ്റ്റ് 4 നമ്പേഴ്സ്. 100 സം വരണം, 4 നമ്പേഴ്സ് ആണ് വരാനായിട്ട് പാടുള്ളൂ. സോ ഇങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് 100 ഡിവൈഡഡ് ബൈ 2 ചെയ്യും. ഓക്കെ, 50 കിട്ടി. ഈ 2 എന്ന് പറയുന്നതാണ് ഈ നമ്പർ ഓഫ് ടൈംസിന്റെ പകുതിയാണ്. ഓക്കെ, മൊത്തം 4 ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 6 ടൈം ആണെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. 8 ടൈം ആണെങ്കിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ എത്ര ടൈംസ് ഉണ്ടോ അതിന്റെ പകുതി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് വേണ്ടതാണ് 1 2 3 4 4 ടൈംസ് ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 2 ടൈംസ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം 50 കിട്ടണം. അതാണ് നമ്മളുടെ
ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 50 കിട്ടണം. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി. സോ ഈ രണ്ടും 50 കിട്ടണമെങ്കിൽ നമുക്കറിയാം എന്താണ്? 24, 26, 50 കിട്ടും അല്ലേ? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. സ്വാഭാവികം ഇവിടെ 28 വരും, ഇവിടെ 22 വരും. സോ 22 പ്ലസ് 28 ആഡ് ചെയ്താൽ എന്തിനു കിട്ടും? നമുക്കറിയാം എഗെയിൻ എന്തിനു കിട്ടും? നമുക്ക് 15 തന്നെ കിട്ടും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 100 കിട്ടും. സോ ഇതാണ് ഒരു സീക്വൻസ്. ഇനി വീണ്ടും നമുക്ക് 4 ടൈംസ് വേണം. ഓക്കെ, സോ ഇവിടെ 24ഉം 26 എടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്? 23 and 27. ഓക്കെ, ദെൻ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം 4 ആണ്. സോ ദിസ് വിൽ ബി 31 ആൻഡ് ദിസ് വിൽ ബി 19. അഗൈൻ ഇത് ആഡ് ചെയ്താൽ 50 കിട്ടി, ഇത് ആഡ് ചെയ്താലും 50 തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ ഇനി വേറൊരു സീക്വൻസ് എഴുതാം. 1, 2, 3, 4. എന്താണ്? ഞാൻ 23ക്ക് വരാൻ 22 എടുത്തു, ഇവിടെ 28 ആയിരിക്കും വരിക. കോമൺ ഡിഫറൻസ് 6 വന്നു. സോ ദിസ് വിൽ ബി 34 ആൻഡ് ദിസ് വിൽ ബി 16. അഗൈൻ ഇവിടെ 50 വന്നു, ഇവിടെയും 50 വന്നു. സോ വിച്ച് മീൻസ് സമ്മ് 100 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ റിവേഴ്സ് ഓർഡറിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ ഡയറക്റ്റ് സമ്മിനെ നമ്പർ ഓഫ് ടൈംസ് വെച്ച് ഡിവൈഡ് ചെയ്യാതായിരിക്കും നിങ്ങളുടെ മിഡിൽ ടേം. ഈവൻ നമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സമ്മിനെ മൊത്തം ടൈംസിന്റെ പകുതി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകും. ഓക്കെ, 50. ആ 50നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എന്ത് ചെയ്തതുപോലെ 50 കിട്ടാനായിട്ട് 25ന്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ നിങ്ങൾക്ക് 2 വാല്യൂസ് ആയിട്ട് എടുത്താലും മതി. അല്ലെങ്കിൽ 4 വെച്ച് ഡിവൈഡ് നിങ്ങൾ 25 അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 24, 26, ഇവിടെ 23, 27, ഇവിടെ 28, 28. ഇനി എനിക്ക് അടുത്ത സെറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 20, 30 അങ്ങനെ എടുക്കാം. ഒരു സെറ്റ് എനിക്ക് എന്ത് ചെയ്യാം? 20, 30. സോ അടുത്ത ഇവിടെ എന്ത് വരും? 10 വരും, ഇവിടെ 40 വരും. സോ ഇവിടെയും 50 വന്നു, ഇവിടെയും 50 വന്നു. സോ ഇങ്ങനെ ഒരു സെറ്റ് കൊണ്ട് എനിക്ക് എഴുതാം. എത്ര സെറ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതാണ് നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് അവിടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 14 and 15, 19, 23. അപ്പൊ ഈ 2 സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലെ? ഈ 2 സീക്വൻസിന്റെയും ഫസ്റ്റ് 20 ടൈംസ്, ആദ്യത്തെ 20 ടൈംസിന്റെ സമ്മ് ആണ്, അതിന്റെ ഡിഫറൻസ് കാണാം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് 20 ടൈംസിന്റെ. നമ്മൾ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും എന്താണ്? പണിയാം, ആദ്യത്തേല് 20 ടൈംസിന്റെ സം കാണാം, രണ്ടാമത്തേലും 20 ടൈംസിന്റെ സം കാണാം, എന്നിട്ട് എന്ത് ചെയ്യാം? അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും. നമ്മൾ 20 ടൈംസ് സം കാണണമെങ്കിൽ 20th ടൈം ആദ്യം ഫസ്റ്റ് സീക്വൻസിൽ 20th ടൈം കണ്ടുപിടിക്കണം, പിന്നെ 20th സം കാണണം, ഇവിടെ 20th ടൈം കണ്ടുപിടിക്കണം, ഇതിന്റെ സം കാണണം. അത് ഒരുപാട് ഇക്വേഷൻ, ഒരുപാട് വർക്കൗട്ട് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഫോർ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞുതരാം. 15, 19, 23 ഇങ്ങനെയാണ് ഈ സീക്വൻസ് പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 20 ടൈംസ് ആണ് മൊത്തം വേണ്ടത്. ദെൻ അടുത്ത സീക്വൻസ് 6, 10, 14 ഇതിന്റെ 20 ടൈംസ്. ഓക്കെ, ഇതിന്റെ സമ്മിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഡിഫറൻസ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ്. സം കണ്ടിട്ട് നമ്മൾ ഡിഫറൻസ് കാണുന്നതിന് പകരം ഡിഫറൻസ് കണ്ടിട്ട് സം കണ്ടാലും മതി, കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ ഇത് രണ്ടും 15ഉം 6 തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. എത്രയാണ്? 9 ആണ്. 19ഉം 10ഉം ഡിഫറൻസ് നോക്കുക, വീണ്ടും 9 ആണ്. 23ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് വീണ്ടും 9 ആണ്. ഓക്കെ, സോ ഈ ഡിഫറൻസുകളെല്ലാം 9 ആണ്. സോ ഇതുപോലെ 9 എത്ര പ്രാവശ്യം വരും? 20 ടൈംസ് ഇവിടെ എന്ത് വരും? 9 വരും. സോ എന്ത് പറ്റും? നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഡിഫറൻസ് ബിറ്റ്വീൻ sums equals 20 into 9 equals 180. നമ്മൾ കാര്യമായിട്ട് കാൽക്കുലേഷൻ ഒന്നും നമ്മളിവിടെ ചെയ്തില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ ആൻസർ കിട്ടി. നമുക്ക് ഈ സീക്വൻസിന്റെ ഫസ്റ്റ് സീക്വൻസിന്റെ സമ്മ് കാണേണ്ടി വന്നില്ല, സെക്കൻഡ് സീക്വൻസിന്റെ സമ്മ് കാണേണ്ടി വന്നില്ല. അപ്പൊ ഇങ്ങനെ വയ്ക്കുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? ഇവിടെ സമ്മ് കണ്ടിട്ട് ഡിഫറൻസ് കാണാനാണ് ചോദ്യം. നമ്മൾ നേരെ റിവേഴ്സ് ഓർഡറിൽ ചെയ്തു. എന്താണ്? ആദ്യം ഡിഫറൻസ് കണ്ടു, ഓരോ ടൈംസിന്റെ ഡിഫറൻസ് കണ്ടു, ദെൻ നമ്മൾ എന്ത് ചെയ്തു? അതിനെ സം ചെയ്തു. അതാണ് നമുക്ക് എളുപ്പം. കാരണം എല്ലായിടത്തും ഡിഫറൻസ് വരുന്നത് എന്താണ്? 9 തന്നെയാണ്. കോമൺ ആയിട്ട് എന്ത് വരും? 9 തന്നെ ഡിഫറൻസ് 20 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരും. വിച്ച് മീൻസ് ഈ 9കളെല്ലാം ആഡ് ചെയ്യാം. 20 ടൈംസ് 9 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 20 into 9 180 ആണ് ആൻസർ വരിക. സോ ഇതുപോലത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് അധികവും എക്സാംസിന് വരിക. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ
ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ചാപ്റ്ററിൽ വരുന്ന മെയിൻ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി നിങ്ങളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ആൻസർ ചെയ്തൊക്കെ വളരെ സിമ്പിൾ ആണ്. ദി ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദി സം ടു n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 2n സ്ക്വയർ പ്ലസ് 3n. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചാടി കയറി എന്ത് എഴുതരുത്, എക്സ് എന്ന് എഴുതരുത്. ഓൾജിബ്രാക് എക്സ്പ്രഷൻ ഓഫ് സം എന്നാണ് പറഞ്ഞത്, വിച്ച് മീൻസ് ഈ തന്നിരിക്കുന്നത് എന്താണ്, എസ് എൻ ആണ്. എസ് എൻ ഈക്വൽസ് 2n സ്ക്വയർ പ്ലസ് 3n. ഇതാണ് നിങ്ങളുടെ സമ്മിന്റെ ഇക്വേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, രണ്ട് സ്ലൈഡ്സിൽ നമ്മൾ സമ്മ് പഠിച്ച സ്റ്റാർട്ടിങ്ങിലുള്ള ഇതിൽ പറഞ്ഞ എന്താണ്, S1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ടൈം ആണ്. വിച്ച് മീൻസ് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. സോ S1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ടേം ആണ്. ഓക്കെ, ഫസ്റ്റ് ടൈമിന്റെ സം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം അതൊക്കെ ഒന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. സോ 2 into 1 സ്ക്വയർ പ്ലസ് 3 into 1, ദാറ്റ് ഈസ് 2 plus 3 equals 5. എനിക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ടൈം കിട്ടി. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കോമൺ ഡിഫറൻസ് നമുക്ക് S1 അറിയാം, ഞാൻ S2 കൂടി കണ്ടുപിടിക്കുകയാണ്. S2 2 into 2 സ്ക്വയർ പ്ലസ് 3 into 2, ദാറ്റ് ഈസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. 4 into 2 8 പ്ലസ് 3 into 2 6, ദാറ്റ് ഈസ് 14. ഇനി S2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം അല്ല, ഫസ്റ്റ് ടൈമിന്റെയും സെക്കൻഡ് ടൈമിന്റെയും സമ്മാണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി എന്താണ്, ഇതാണ് നമ്മളുടെ x1. ഓക്കെ, x1 നമുക്കറിയാം. x2 കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, 14 മൈനസ് 5 ദാറ്റ് ഈക്വൽസ് 9. 9 എന്ന് പറയുന്നത് എന്താണ്, എന്ത് എൻ്റെ സെക്കൻഡ് ടേം ആയിട്ട് വരാം. സോ ഫസ്റ്റ് ടൈം 5 ആണ്, സെക്കൻഡ് ടൈം ആരാണ്, 9 ആണ്. അതായത് ഈ 40ൽ നിന്ന് 5 മൈനസ് ചെയ്യണം, കാരണം 14 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിന്റെയും സെക്കൻഡ് ടൈമിന്റെയും സം ആണ്, S2 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ടൈം 5 എന്ന് കിട്ടി, സെക്കൻഡ് ടൈം 9 എന്ന് കിട്ടി, വിച്ച് മീൻസ് കോമൺ ഡിഫറൻസ് ഈക്വൽസ് 9 മൈനസ് 5 ദാറ്റ് ഈക്വൽസ് 4 ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, S1 ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ ഫസ്റ്റ് ടൈം ആയി. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ S2 കണ്ടുപിടിക്കുക. S2ൽ നിന്ന് S1 മൈനസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ടൈം കിട്ടും. ആ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടും. റൈറ്റ് ദി ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഏതാ നമുക്കറിയാം, xn ഈക്വൽസ് dn പ്ലസ് f മൈനസ് d ആണ്. സോ കോമൺ ഡിഫറൻസ് 4 ആണ്. 4n പ്ലസ് f നമുക്ക് കിട്ടിയത് എത്രയാണ്, ഫസ്റ്റ് ടൈം കിട്ടിയത് 5 ആണ്. 5 മൈനസ് കോമൺ ഡിഫറൻസ് 4 ദാറ്റ് ഈക്വൽസ് 4n പ്ലസ് 5 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 4n പ്ലസ് 1 ആണ് എന്ത്, അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടൈംസ് ഓഫ് ദി സീക്വൻസ്. ശ്രദ്ധിക്കണം, എന്താണ് സം ആണ് ചോദ്യം. നമ്മളോട് ഇത്രയും നേരം ബാക്കി ഫസ്റ്റ് ടൈം, കോമൺ ഡിഫറൻസ്, പിന്നെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം സം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, ഓടിപ്പോയി ഈ n-ന് 25 കൊടുക്കരുത്. ഇത് സമ്മിനുള്ള ഇക്വേഷൻ അല്ല, ടേമിനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മളോട് ചോദ്യം S25 ആണ്, സമ്മ് കാണാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് 2n സ്ക്വയർ പ്ലസ് 3n വരേണ്ടത്. 2 into 25 സ്ക്വയർ പ്ലസ് 3 into 25. സോ 25ന്റെ സ്ക്വയർ വരുന്നത് 625 ആണ്. സോ 2 into 625 പ്ലസ് 3 into 25 എന്ന് പറയുമ്പോൾ 75 വരും. 625 എന്ന് പറയുമ്പോൾ അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 1250 ആണ്, പ്ലസ് 75 ദാറ്റ് ഈക്വൽസ് 1325. ഓക്കെ, ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, ഇത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, SN വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് S1 ആണ്. സെക്കൻഡ് ടൈം ഒരിക്കലും S2 ആയിട്ട് എടുക്കരുത്. S2ൽ നിന്ന് S1 കുറയ്ക്കുന്നതാണ് സെക്കൻഡ് ടൈം. ആ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ പറയുന്ന കോമൺ ഡിഫറൻസ് കിട്ടുക. ഓക്കെ,
ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു. എന്താണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഏതാണെന്നുള്ളതാണ്. നമുക്കറിയാം എക്സ് എൻ ഈക്വൽസ് ബി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ആ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടു. ദെൻ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ സം ഓഫ് ഫസ്റ്റ് 25 ടൈംസ് ആണ്. ഇത് വേണമെങ്കിൽ അവർക്ക് ആദ്യം ചോദിക്കായിരുന്നു, കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ സമ്മിനുള്ള ഇക്വേഷൻ ഉണ്ട്. സോ എന്ത് ചെയ്യാം, നേരെ ഈ ഇക്വേഷനിലേക്ക് ഈ 25 എന്നിന്റെ സ്ഥാനത്ത് 25 ഇട്ട് കൊടുത്താൽ മതി. സോ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആദ്യം ചോദിക്കായിരുന്നു. പക്ഷേ നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഫോർത്ത് പാർട്ടായിട്ട് ഇവിടെ ചോദിച്ചത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ചാടി കയറി ഈ എന്നിനെ നമ്മൾ എന്ത് ചെയ്യും, 25 കൊടുത്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചത്. സോ അങ്ങനെ ചെയ്യരുത്. സമ്മാണ് ചോദ്യം, നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് തിരിച്ചു പോയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, സോ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ മെയിൻ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ പറയുക. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തു നോക്കണം. ഏതെങ്കിലും ചോദ്യത്തിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരാം. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. എല്ലാ എക്സാംസിനും ഒരുപാട് എല്ലാ സെക്ഷനുകളിലും ചോദ്യം വരുന്നൊരു ചാപ്റ്ററും കൂടിയാണിത്. വളരെ ശ്രദ്ധിച്ച് സിമ്പിളായിട്ട് ആലോചിച്ച് തന്നെ ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.